റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ. നിങ്ങൾ മുഅ്മിനാകുവോളം നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹാബൂ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾക്ക് മുഅ്മിനാകുവാനും കഴിയുകയില്ല. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകുന്നതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അഫ്ശുസ്സലാമ ബൈനക്കും. നിങ്ങൾക്കിടയിൽ സലാം നിങ്ങൾ പ്രചരിപ്പിക്കുക, സലാമിനെ നിങ്ങൾ വ്യാപകമാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ മുഅ്മിനാകുവോളം നിങ്ങളുടെ ജീവിതം ഈമാനികമായ ജീവിതമാകുവോളം നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. പരിപൂർണ്ണ മുഅ്മിനാകുവോളം നിങ്ങൾ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിന് നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ മുഅ്മിനാകുവാനുള്ള വഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ മുഅ്മിനാകാൻ കഴിയുകയില്ല. നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകുന്നത് വരെ മുഅ്മിനാകാൻ കഴിയില്ല. സ്നേഹമുണ്ടാകാൻ വളരെ ലളിതമായ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്നേഹമുണ്ടാകുന്നതിന് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. അഫ്ശുസ്സലാമ ബൈനക്കും. സലാമിനെ നിങ്ങൾക്കിടയിൽ നിങ്ങൾ പ്രചരിപ്പിക്കണം. നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കുകയും എന്നാൽ നിങ്ങൾ ഉന്നതിയിലാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അഫ്ശുസ്സലാമ കൈതഅലു. നിങ്ങൾ സലാമിനെ പ്രചരിപ്പിച്ചാൽ നിങ്ങൾ ഉയർന്ന അവസ്ഥയിലെത്തും. പക്ഷെ പലപ്പോഴും നമ്മൾക്കതിന് കഴിയാറില്ല എന്നുള്ളത്. പല ആളുകളെ കാണുമ്പോൾ നമ്മൾ ആദ്യം ഒരു വൈമനസ്യം കാണിക്കാൻ, പിശുക്ക് കാണിക്കാൻ. എന്തിനാണ് ഇങ്ങനെ പിശുക്കുന്നത് എന്ന് നമുക്ക് പോലും അറിയില്ല. ഒരു മുടക്കമില്ലാത്ത കാര്യമാണ് സലാം പറയുക. സലാമിനെ വ്യാപകമാക്കണം, സലാമിനെ പ്രചരിപ്പിക്കണം. അത് മുഅ്മിനാകാനുള്ള ഒരു വഴിയാണ്. നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാകണം. എന്നാൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ, നിങ്ങളിൽ സ്നേഹമുണ്ടാകുന്നത് വരെ നിങ്ങൾക്ക് മുഅ്മിനാകുവാനും കഴിയുകയില്ല. വളരെ ലളിതമായ ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വിശ്വാസികളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുകയാണ്. മനസ്സിലുള്ള അഹങ്കാരം ഇല്ലാതാവും, വിനയമുണ്ടാകും. അതിനുള്ള വഴിയാണ് സലാമിനെ വ്യാപകമാക്കുക എന്നുള്ളത്. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടുമുട്ടുമ്പോഴെല്ലാം സലാം പറയുമായിരുന്നു. അവർക്കിടയിൽ സ്നേഹവും സന്തോഷവും വർദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു സഹാബിയെ കാണുമ്പോൾ സലാം പറയും. വീണ്ടും തന്നെ മുന്നിലേക്ക് അതേ സഹാബി വന്ന് വരുമ്പോൾ അപ്പോഴും സലാം പറയും. ഒരു തൂണിന്റെ മറവേ ചിലപ്പോൾ വരികയില്ല. നമ്മളാണെങ്കിൽ എന്ന് പറയും, ഇവന് തലക്ക് സുലിതാം അല്ലെ, എന്താ ഇത്? നമ്മൾ അത്രത്തോളം ഈമാനികമായി നമ്മൾ ബലഹീനമായി പോയി. എന്നാൽ സഹാബാക്കൾ അങ്ങനെയല്ല. അവരോട് സലാം പറഞ്ഞു, ഒരു ചെറിയ മറവ് വരുമ്പോൾ വീണ്ടും സലാം പറഞ്ഞു. അവർക്ക് സലാമിന്റെ മഹത്വം അറിയാം. ഈമാനികമായ ഉയർന്ന അവസ്ഥ എത്തണമെങ്കിൽ പരസ്പരം സ്നേഹവും സന്തോഷവും സൗഹാർദ്ദവും കളിയാടണം. അതിനുള്ള ഒരേ ഒരു വഴി സലാമിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര പേര് സലാം പറയാറുണ്ട്? നമ്മുടെ കുടുംബത്തിനും ഭാര്യയ്ക്കും മക്കൾക്കും. തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞ് കയറുന്ന എത്ര ആളുകൾ? ഞാൻ ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. നമ്മൾ പറയാറുണ്ടോ? ഇല്ലെങ്കിൽ അത് നമ്മൾ ശീലിക്കുകയും അത് കൂടുതലാക്കുകയും ചെയ്താൽ ഒരുപാട് നേട്ടങ്ങൾ ഭൗതികമായും അതിനേക്കാൾ ഉപരി പരലോകത്ത് നമുക്ക് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. അള്ളാഹു മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക